പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് രാജ്യത്തെ ആരോഗ്യ മേഖലയും അപകടത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി കുവൈറ്റ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ പ്രവർത്തന സജ്ജത വിലയിരുത്താൻ ഉന്നതതല യോഗം ചേർന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ ആരോഗ്യ സംവിധാനം പൂർണ്ണ സജ്ജമാണെന്നും യോഗം വിലയിരുത്തി. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി കനക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന വെടിനിർത്തൽ ധാരണ ഗുരുതരമായ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തുടർച്ചയായ 9ാം ദിവസവും അമേരിക്ക ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ഈ സാഹചര്യം പുതിയ സംഘർഷത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം, നിർമ്മാണത്തിലിരുന്ന ഒരു ആണവ വൈദ്യുത നിലയവും ഈ ആക്രമണത്തിൽ ലക്ഷ്യമാക്കപ്പെട്ടുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധിക്ക് പിന്നാലെ ഇപ്പോഴിതാ രാജ്യത്തെ ആരോഗ്യമേഖലയും അപകടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആശുപത്രികളിൽ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളുടെ ഇറക്കുമതി കുത്തനെ ഇടിയുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ശസ്ത്രക്രിയ ഉൾപ്പെടെ മുടങ്ങുമെന്ന ആശങ്കയും അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്കാണ് കനത്ത ക്ഷാമം ഇനി നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ യുദ്ധം വീണ്ടും കടുത്താൽ അവശ്യവസ്തുക്കളുടെ ഇറക്കുമതി നിലയ്ക്കുമോ എന്ന ആശങ്കയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ പ്രവർത്തന സജ്ജത വിലയിരുത്താൻ കുവൈറ്റിൽ ആരോഗ്യമന്ത്രി ക്രൈസിസ് സെന്ററിൽ യോഗം ചേർന്നു. ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറിയും മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആംബുലൻസ് സേവനങ്ങൾ, അടിയന്തര ചികിത്സാ വിഭാഗങ്ങൾ, ICUകൾ എന്നിവയുടെ പ്രവർത്തന സജ്ജതയും മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും തന്ത്രപ്രധാന ശേഖരത്തിന്റെയും ലഭ്യതയും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇതുകൂടാതെ അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണ പദ്ധതികൾ, മുൻകരുതൽ നടപടികളുടെ തുടർച്ചയായി പുതുക്കൽ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ പ്രധാന വിഷയമായി മാറി. രാജ്യത്തെ എല്ലാ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളും പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മെഡിക്കൽ, സാങ്കേതിക, ഭരണ ജീവനക്കാർ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഏത് സാഹചര്യത്തെയും നേരിടാൻ ആരോഗ്യ സംവിധാനത്തിന് പൂർണ്ണ ശേഷിയുണ്ടെന്നും കുവൈറ്റ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.